ദളിതരാരും ഇതുവരെ രാമായണം വായിച്ചിട്ടില്ല. അതുകൊണ്ട് സമൂഹം ഒന്നാകെ രാമായണത്തെ പ്രതിരോധിക്കണം. ദളിതർ വായിച്ചില്ല എന്നുള്ളത് കൊണ്ട് രാമായണം മറ്റാരും വായിക്കണ്ട, അല്ലെങ്കിൽ രാമായണത്തിനെ പ്രതിരോധിക്കണം എന്നൊരു പ്രസ്താവന വരുന്നു. രാമായണത്തെയൊക്കെ ഇങ്ങനെ ജാതീയമായി കൂട്ടിക്കെട്ടേണ്ട ഒരു ആവശ്യം ഇന്ന് നമുക്കുണ്ടോ അശോക് സാർ? കേരളത്തിലെ ദളിത ഭവനങ്ങളിൽ ഒരു കാലത്തും രാമായണ പാരായണം നടന്നിട്ടില്ലെന്നാണ് ഡോക്ടർ ടി.എസ്. ശ്യാംകുമാർ പറയുന്നത്. അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കണം. അദ്ദേഹത്തിന് കുറേയധികം കാരണങ്ങൾ നിരത്തുന്നുണ്ട്. ആദ്യത്തെ ചോദ്യം, ആരാണ് നിങ്ങളോട് രാമായണം വായിക്കാൻ പറഞ്ഞത്? ഏതെങ്കിലും ഫത്വ അതിനുണ്ടോ? നിങ്ങൾ രാവിലെ എഴുന്നേറ്റ്, അല്ലെങ്കിൽ കർക്കിടക മാസം 1-ാം തീയതി തൊട്ട് കർക്കിടകം 30-ഓ 31-ഓ ഉണ്ടെങ്കിൽ അത്രയും ദിവസം രാമായണം വായിക്കണം എന്ന് പറയുന്നതിന് അങ്ങനൊരു ഫത്വ ഒന്നും കേരളത്തിൽ ഉള്ളതായിട്ട് അറിവില്ല. പിന്നെ ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെയൊരു നിഴൽക്കുത്ത് നടത്തുന്നത്, അല്ലെങ്കിൽ ഒരു പുകമറ സൃഷ്ടിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ നിഷേധം, അതായത് ദളിതർ രാമായണം തുടരുത് എന്നുള്ള നിഷേധം, അത് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അത് ഇന്ത്യയിലെ മൊത്തം ദളിതരുടെ മുഖത്തടിക്കുന്ന ഒരു അടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാമായണത്തിൽ തന്നെ അതിനുള്ള ഒരു ശ്ലോകമുണ്ട്, കേരളത്തിൽ ഉപയോഗിക്കുന്ന അധ്യാത്മ രാമായണത്തിൽ, അല്ലെങ്കിൽ അധ്യാത്മ രാമായണത്തിൽ എല്ലായിടത്തും ഉണ്ടാവും. അപ്പം അദ്ദേഹം രാമായണം വായിച്ചിട്ടാണോ രാമായണം നിഷേധിക്കുന്നത് എന്ന് ഉറപ്പില്ല. കാരണം അതില് പറയുന്ന ഒരു അധ്യാത്മരാമായണത്തിൽ പറയുന്ന ഒരു ശ്ലോകമല്ല, കവിതയ്ക്കകത്ത് പറയുന്ന ഇതാണ്: ശ്രീരാമായണം പുരാ വിരഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ട് ഇല്ലിത് ഭൂമി തന്നിൽ. രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നത് കണ്ട് ദാദാ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമായി. അങ്ങനെയാണ് രാമായണത്തിന്റെ സൃഷ്ടിയെപ്പറ്റി പറയുന്നത്. രത്നാകരൻ എന്ന് പറയുന്ന ഗോത്രവാസി രാമനാമത്തെ ജപിച്ചിട്ട് ആണ് രാമനാമത്തെ ജപിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ സങ്കല്പത്തിൽ നിന്നാണ് രാമായണം എന്ന് പറയുന്ന ഗ്രന്ഥം ഉണ്ടാകുന്നത്. രാമായണത്തിനെ ഇന്ത്യയിൽ കരുതുന്നത് ആദികാവ്യമായിട്ടാണ്. ഈ ആദികാവ്യം രചിച്ചത് ഒരു ദളിതാണ്. അദ്ദേഹത്തിൻ്റെ പേര് രത്നാകരൻ എന്നാണ്. വാൽമീകി എന്നുള്ളത് ഗോത്രനാമമാണ്. വാൽമീകി ഗോത്രത്തിൽ ജനിച്ച അദ്ദേഹം അത് എഴുതി. എങ്ങനെ എഴുതി? സംസ്കൃതത്തിൽ എഴുതിയെന്നാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള അറിവ്. ഒരു കാര്യം ചിന്തിച്ചാൽ, ടി.എസ്. ശ്യാംകുമാറും പഠിച്ചിരിക്കുന്നത് സംസ്കൃതമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വാൽമീകി അങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിൽ, സംസ്കൃതത്തിൽ രാമായണം രചിച്ചു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അപാകം ഉണ്ടോ എന്നറിയുന്നില്ല. പിന്നെ എന്തിനാണ് ഇദ്ദേഹം, അതായത് ഒരു ഗോത്രവർഗക്കാരൻ്റെ, ദളിതായ ഒരു ഗോത്രവർഗക്കാരൻ്റെ സൃഷ്ടിയെ ഇങ്ങനെ അദ്ദേഹം നിഷേധിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. വെറുതെ ഒരു ഓളത്തിന് പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അദ്ദേഹത്തിന് അത് പറയാം. പിന്നെ ദളിത് ഭവനങ്ങളിൽ രാമായണം വായിച്ചിരിക്കാനിടയില്ല. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം കേരളത്തിലെ ദളിത് ഭവനങ്ങളിൽ വായിക്കാൻ സാധ്യതയില്ല. ദളിത്തുകൾ മാത്രമല്ല, ഒരു
100 വർഷത്തിന് മുൻപ് ഒട്ടുമിക്ക ഭവനങ്ങളിലും രാമായണം വായിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. കാരണം ആളുകൾക്ക് അക്ഷരം അറിയില്ലായിരുന്നു. അക്ഷരത്തിൽ അച്ചടിച്ചതിന് ശേഷം അപ്പൊ ഈ വായന എന്ന് പറയുന്ന സംഗതി അക്ഷരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഓലയാണെങ്കിൽ അന്ന് അക്ഷരങ്ങളൊക്കെ പഠിച്ച ആളുകൾ വളരെ ചുരുക്കമാണ്. പക്ഷേ രാമായണം വായ്മൊഴിയായിട്ട് കേരളത്തിൽ നിലനിന്നിരുന്നില്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് പറ്റുമോ എന്നുള്ളത് സംശയകരമായ ഒരു കാര്യമാണ്. കാരണം നമ്മളുടെ അദ്ദേഹത്തിന്റെ വീട് അപ്പർ കുട്ടനാടിനടുത്തുള്ള വീയപുരമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് കർഷകരുമായിട്ടും കർഷക തൊഴിലാളികളുമായിട്ടും അവരുടെ നാടൻ പാട്ടുകളുമായിട്ടും ഞാറ്റുപാട്ടുകളായിട്ടും പിന്നെ വിത്തുപാട്ടുകൾ അതുപോലെയുള്ള നാടോടി ഗാനങ്ങളുമായിട്ട് പരിചയമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഈ പറയുന്ന രാമകഥ കർഷക തൊഴിലാളികളിലും ദളിതരിലും അദ്ദേഹം ഇപ്പം വാദിക്കുന്ന സകലരുടെ ഇടയിലും അന്ന് വായ്ത്താരിയായിട്ട് അല്ലെങ്കിൽ വായ്പാട്ടായിട്ട് പ്രചാരത്തിലുണ്ടായിരുന്നു. ചീരാമൻ, ചീത തുടങ്ങിയ ദളിത് നാമങ്ങളുടെ ഉത്പത്തി പോലും ശ്രീരാമനിൽ നിന്നാണ്. പിന്നെ ഈ ഞാൻ കേട്ടിട്ടുള്ള ഒരു പാട്ടില് ചേറിൽ കുത്തുമ്പോൾ, അതായത് ഞാറ് നടാൻ ചേറിൽ കുത്തുമ്പോൾ അത് രാവണനെ കുത്തുന്ന പോലെ ആകണം എന്നൊരു നാടൻ പാട്ടുണ്ട്, ഒരു കാർഷിക ഗാനമുണ്ട്. ആ പാട്ടിൻ്റെ അകത്ത് ഈ രാമൻ എങ്ങനെ കടന്നുകൂടി, രാവണൻ എങ്ങനെ കടന്നുകൂടി, രാവണൻ എന്താണ് പ്രശ്നം തുടങ്ങിയ വിഷയങ്ങളൊക്കെ അതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ അക്ഷരത്തില് എഴുതിയ രാമായണം വായിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് സമ്മതിക്കാം. കാരണം 2000 കൊല്ലത്തിലധികം ആയി കാണില്ല അക്ഷരം. അതൊരു അക്ഷരം വരുന്നത് തന്നെ ഇത് ഡോക്യുമെന്റേഷന്റെ ഭാഗമായിട്ടാണ് അക്ഷരങ്ങൾ ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ വേദം വരെ ചൊല്ലി പഠിക്കുകയും വാമൊഴിയായിട്ട് കൈമാറുകയാണ് ചെയ്തത്. അങ്ങനെ വരുമ്പോൾ ഈ ഇവിടുത്തെ ദളിതർ എന്നല്ല, ഇവിടുത്തെ മിക്കവരും അക്ഷരം പഠിച്ചു തുടങ്ങിയിട്ട് ഒരു 100-150 വർഷമേ ആയിട്ടുള്ളൂ. അതിനുശേഷം ഓലയിലുള്ള രാമായണം ഓല എഴുതി സൂക്ഷിച്ചവരൊക്കെ വായിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് അച്ചടി പ്രചാരത്തിലായത്. അച്ചടി പ്രചാരത്തിലായി കഴിഞ്ഞപ്പം അവര് രാമായണം വായിച്ചിട്ടുണ്ട്. കാരണം വിദ്യാരംഭവും ശാന്ത ബുക്സും ഒക്കെ വളരെ കാലം മുമ്പേ, 100 കൊല്ലം മുമ്പ് തന്നെ രാമായണം പുറത്തിറക്കിയിട്ടുണ്ട്. അതാണ് നമുക്കതിൻ്റെ അകത്ത് രാമായണത്തിനെ സംബന്ധിച്ച് കാണാവുന്നത്. പിന്നെ ഇദ്ദേഹം പറയുന്നത് ഇതിൻ്റെ അകത്ത് വേറൊരു അപാകതയുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാമായണത്തിന് പ്രചാരം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വയനാട് എന്ന് പറയുന്ന ഒരു വലിയ ഗോത്രമേഖലയാണ്. ആ ഗോത്രമേഖലയിൽ വയനാട്ടിൽ രാമായണത്തിന്റെ വിവിധ വാമൊഴി പാരമ്പര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് ശ്രീമതി മുത്തുലക്ഷ്മിയുടെ മറ്റോ കാലടി സർവകലാശാലയിലെ സംസ്കൃതമാണോ മലയാളമാണോ അറിയില്ല, പ്രൊഫസറാണ് മുത്തുലക്ഷ്മി. ആ ശ്രീമതി അതിനെപ്പറ്റി ഗവേഷണം നടത്തിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. പിന്നെ വടകര മേഖലയിലെ മുസ്ലിങ്ങൾക്കിടയിൽ മാപ്പിള രാമായണം പ്രചാരത്തിലുണ്ടായിരുന്നു. അത് നമ്മുടെ സ്കൂൾ യുവജനോത്സവങ്ങളിൽ ഈ മാപ്പിള രാമായണം ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ അത് മാപ്പിള രാമായണത്തിന് തന്നെ ഒരു മത്സരമുണ്ട്. തെക്കൻ കേരളത്തിലെ താളിയോല ചിത്രങ്ങളുടെയും ഗ്രന്ഥങ്ങളുടെയും രൂപത്തിൽ ചിത്രരാമായണം എന്നൊരു ചിത്രപ്രതിനിധാനം അല്ലെങ്കിൽ ഇലസ്ട്രേഷൻസ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു സംഗതി കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ രാമായണത്തിലെ രംഗങ്ങൾ ചിത്രീകരിക്കുന്ന കല്ലിലും മരത്തിലും നിർമ്മിച്ച നിരവധി ചുവർ ചിത്രങ്ങൾ, ശില്പങ്ങൾ, റിലീഫ് വർക്ക് എന്നിവയിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിലും മറ്റുമായിട്ട് ഉടനീളം ഉണ്ടായിരുന്നു. പിന്നെ ഇദ്ദേഹത്തിന്റെ ഈ പറയുന്ന ജന്മസ്ഥലമായ വീയപുരത്ത് നിന്ന് പരമാവധി ഒരു 30 കിലോമീറ്റർ അകലെയാണ് ലവകുശന്മാർക്ക് വേണ്ടിയിട്ടുള്ള
ഒരു ക്ഷേത്രമുള്ളത്. ഇതൊക്കെയാണ് രാമായണത്തിൻ്റെ കേരളത്തിലെ ഒരു പാരമ്പര്യത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഇതാണ്. ആ രാമായണം എന്തിന് നിഷേധിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു കാലഘട്ടത്തിലെ സാധാരണ ജനങ്ങൾ തൊട്ട് പാമരൻ തൊട്ട് പണ്ഡിതർ വരെ രാമകഥ തങ്ങളുടെ ജീവിതത്തിൽ ചൊൽപ്പാട്ടുകളായിട്ടും ഗ്രന്ഥങ്ങളായിട്ടും ഓലയായിട്ടും ഒക്കെ ഉപയോഗിച്ചു വന്നിരുന്ന ഒരു പുസ്തകത്തിനെ എന്തിന് നിഷേധിക്കണം? അതിൻ്റെ കാര്യം യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെയുള്ള സംഗതി എന്ന് പറയുന്നത്, ഈ രാമായണത്തിനെ പറ്റി അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണ എന്താണ്? അതും അദ്ദേഹം രാമായണം വായിച്ചിട്ടല്ല രാമായണത്തിനെ നിഷേധിക്കുന്നതെന്ന് തോന്നത്തക്ക വിധത്തിലായിപ്പോയി. കാരണം ഈ ഇതിനെപ്പറ്റി പറയുമ്പോൾ, രാമായണത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് രാമനെ മനുഷ്യനായിട്ട് കാണുന്നത് അബുധ ജനമാണ്. അതായത് ബുദ്ധിയില്ലാത്ത ജനങ്ങൾ, അബുധ ജനം. അത് രാമായണത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തൽസാന്നിധ്യം കൊണ്ട് സൃഷ്ടമായവയെല്ലാം തൽസ്വരൂപത്തിങ്കൽ ആക്കിടുന്നു അബുധജനം. അബുധജനം എന്നാണ് ആ പ്രയോഗം. പക്ഷെ DC-യുടെ രാമായണത്തിൽ അത് ബുദ്ധജനം, ബുദ്ധിമാന്മാര് ആണ് അതിനെ മനുഷ്യനാക്കിയിരിക്കുന്നത്. TS ശ്യാംകുമാറിനെ പോലെയുള്ള ബുദ്ധിജീവികളാണ് രാമനെ മനുഷ്യനായിട്ട് കാണുന്നത്. അപ്പൊ അതിൻ്റെ അകത്തൊരു തകരാറുണ്ട്. മനുഷ്യനായിട്ട് രാമായണത്തിലെ രാമനെ നിങ്ങൾ മനുഷ്യനായിട്ട് കാണുകയാണെങ്കിൽ രാമായണത്തിലെ ബാക്കി സംഭവങ്ങൾ കൂടെ നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. എന്നാൽ ഇത് സീതാദേവി ഹനുമാനോട് പറഞ്ഞു കൊടുക്കുന്ന ഭാഗത്തിലാണ് അബുധജനം, അതായത് ബുദ്ധിയില്ലാത്ത ജനം ആണ് രാമനെ നരനായിട്ട് കാണുന്നത്. ബുധജനം അങ്ങനെയല്ല കാണുന്നത്, അത് ബ്രഹ്മമായിട്ടാണ് കാണുന്നത്. ഇനി രാമായണത്തിലെ കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന പരമാത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മമായിട്ട് കോഡിഫൈ ചെയ്തിരിക്കുന്ന ടെർമിനോളജി, അത് ടേം ചെയ്തിരിക്കുന്ന രാമൻ എന്ന് പറയുന്ന ബ്രഹ്മത്തെ ഞാൻ എൻ്റെ മായ കൊണ്ട് ഇങ്ങനെ പലതാക്കി കാണിക്കുന്നു. അതാണ് സീതാദേവി അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു സിനിമയില് ഒരു നായകനെ എങ്ങനെയാണ് ക്യാമറയിലൂടെ ചിത്രീകരിച്ചിട്ട് സ്ക്രീനിൽ പതിപ്പിക്കുന്നത്, അതേ ഭാവത്തിലാണ് സീതാദേവി രാമൻ അല്ലെങ്കിൽ ബ്രഹ്മതത്വത്തെ ഈ പറയുന്ന ഗ്രന്ഥത്തിൽ, രാമായണം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കൂടെ അല്ലെങ്കിൽ ഈ കഥയിലൂടെ നമ്മൾക്ക്, അതായത് ബുദ്ധിമാന്മാരല്ലാത്ത പാവങ്ങളായ ആളുകൾക്ക് ബോധോദയം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നൽകുന്നത്. അതായത് സീതാദേവി സംവിധായികയും രാമൻ നായകനുമായിട്ടുള്ള ഒരു സിനിമാ ചിത്രീകരണമായിട്ട് എടുത്താൽ ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാകും. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. രാമനൊന്നും ചെയ്യുന്നില്ല, സംവിധായികയുടെ ആ താല്പര്യങ്ങൾക്കനുസരിച്ച്, സീത എന്ന് പറയുന്ന സംവിധായികയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സൃഷ്ടിച്ച ഒരു കാവ്യമാണ് രാമായണം. ഇതാണ് ബേസിക്കലി രാമായണത്തിന്റെ ഒരു അവസ്ഥ. പിന്നെ രാമായണം വായിക്കുന്നത് എന്തിനാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അതിലെ കഥാസന്ദർഭങ്ങൾ, കഥാസന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനെ സ്വാധീനിക്കുക എന്നല്ല, നമ്മൾ ഒരു കർമ്മ കലാപങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്തൊക്കെ നേരിടേണ്ടി വരാം, ആ നേരിടേണ്ടി വരുന്നതിനെ എങ്ങനെ അതിജീവിക്കാം തുടങ്ങിയ കാര്യങ്ങൾ ഈ രാമായണം നമുക്ക് തരുന്നുണ്ട്. ഒരുപാട് കഥാസന്ദർഭങ്ങളിൽ കൂടെ അങ്ങനെ തരുന്നുണ്ട്. അതായത് മാരീചനായിട്ട് നമ്മളുടെ ജീവിതത്തിൽ അനേകം കാര്യങ്ങൾ അല്ലെങ്കിൽ അനേകം വ്യക്തികൾ മാരീചന്മാരായിട്ട് വരുന്നുണ്ട്. മാരീചന്മാരായിട്ട് വന്നിട്ട് അതിൽ പെട്ടുപോകുന്ന
അതായത് നമ്മളുടെ പൊതു സമൂഹത്തിൽ കാണുന്ന പല അബദ്ധങ്ങളും മാരീചന്മാർ വന്നിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടുണ്ടാകും. സ്വർണ്ണമാനാണെന്ന് കണ്ട് കയറി പിടിക്കാൻ പോകുമ്പോഴാണ് അതൊരു എപ്പിസോഡ്. പിന്നീട് ധാരാളം സന്ദർഭങ്ങളും അങ്ങനെ തന്നെയാണ്. വേറൊരു സന്ദർഭമുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിഭീഷണന്റെ അവസ്ഥ. വിഭീഷണന്റെ അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതാണ്, ഈ പറയുന്ന രാവണനെ പോലുള്ള ഖരന്മാരോട്, അത്ര കഠിന ഹൃദയരോട് ഉപദേശിക്കാൻ പോകരുത്. അതും നമുക്ക് ജീവിതത്തിൽ നിത്യജീവിതത്തിൽ കാണാവുന്നതാണ്. അങ്ങനെ തുടക്കം തൊട്ട് അവസാനം വരെ ഉള്ള സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള മാനുഷികമായ രക്ഷപ്പെടാൻ സാധ്യതയുള്ള, മനുഷ്യന് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഒരുപാട് സന്ദർഭങ്ങൾ നൽകിയിട്ടുള്ള ഒരു കാവ്യമാണ് രാമായണം. ഇനി വളരെ രസകരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മളുടെ വനംവകുപ്പ് മന്ത്രി രാമായണത്തിലെ ഒരു ശ്ലോകവും കൊണ്ട് നരേന്ദ്രമോദിയെ പോയി കണ്ടു കഴിഞ്ഞാൽ കേരളത്തിലെ വന്യമൃഗശല്യം അവസാനിപ്പിക്കാൻ പറ്റും. കാരണം കുമാരരാമൻ ലക്ഷ്മണനോടൊത്ത് കാട്ടിൽ വേട്ടയാടാൻ പോകാറുണ്ടായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി എഴുത്തച്ഛന്റെ വരികൾ ഇങ്ങനെയാണ്: ബാണതൂണീര ഖഡ്ഗായുധങ്ങളും പൂണ്ട് കാനനദേശേ നടന്നീടിനാൻ നായാട്ടിനായി കാണായ ദുഷ്ടമൃഗ സഞ്ചയം കൊല ചെയ്യുവാൻ ഹരിണ ഹരി കരി കരടി ഗിരി കിരി ഹരിശാർദൂലാദികൾ അമിത വന്യമൃഗം. അതായത് മൃഗങ്ങളുടെ എണ്ണം കൂടുമ്പോൾ രാമൻ കാട്ടിൽ പോവുകയും അമിതമായിട്ടുള്ള കാട്ടുമൃഗങ്ങളെ കൊല ചെയ്തിട്ട് ജനകന്റെ മുമ്പിൽ, പിതാവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ അകത്തൊരു വലിയ സോഷ്യൽ പൊളിറ്റിക്സ് ഉണ്ട്. അതായത് ജനങ്ങളെ ഇതിൽ നിന്നും ആക്രമിക്കുന്ന ഈ ശ്ലോകം പോയി നരേന്ദ്രമോദി സാഹിബിന്റെ അടുത്ത് ചൊല്ലിക്കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കേരളത്തിലെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാകുകയും നമുക്ക് വേണ്ട വന്യമൃഗ നിയമം സംരക്ഷിക്കപ്പെട്ട് കിട്ടുകയും ചെയ്യുമെന്നാണ് എൻ്റെ ഒരു ചെറിയ തോന്നലങ്ങനാണ്. ഇനിയിപ്പോൾ ഇദ്ദേഹം ഇതിൻ്റെ നിലപാടുകളിലുള്ള ഒരു തമാശ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹം പറയുന്നുണ്ട് രാമായണം ദളിതർ വായിച്ചിട്ടില്ല, രാമായണത്തിന്റെ വായന എതിർക്കപ്പെടേണ്ടതാണ്, അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്, അത് ദളിതർ മാത്രമല്ല സകല ജനങ്ങളും കൂടെ ചേർന്ന് പ്രതിരോധിക്കേണ്ടതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു 2 ആഴ്ച മുമ്പ് DC ബുക്സിന്റെ ഒരു ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു പരസ്യം വന്നിട്ട്, പരസ്യമല്ല, എല്ലാ മൊബൈൽ ഫോണുകളിലും DC ബുക്സിൽ നിന്ന് പുസ്തകം എടുത്തുള്ള എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകും. ധാർമ്മിക മൂല്യങ്ങൾ കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അധ്യാത്മരാമായണത്തിന്റെ പ്രസക്തി ഏറെയാണ്. നന്മ, പരസ്പര സ്നേഹം, വിശ്വാസം, ആത്മബലം തുടങ്ങിയ ഗുണങ്ങൾ പഠിക്കാൻ അധ്യാത്മരാമായണത്തിനേക്കാൾ മികച്ച ഒരു ലോകേതിഹാസമില്ല. ഓരോ വായനയിലും ആത്മജ്ഞാനം പകർന്ന് തരുന്ന രാമായണ പാരായണം എന്നാണ് DC ബുക്സ് കൊടുത്തിരിക്കുന്ന ബാൻഡ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് രാമായണം വായിക്കണം എന്നാണ് DC ബുക്ക്. അവരുടെ കച്ചവടമാണെന്നൊക്കെ നമുക്ക് പറയാമെങ്കിൽ പോലും അതിൻ്റെ അകത്ത് രവി DC വേണ്ട കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, മീശയും ആരാച്ചാരും ഒക്കെ അച്ചടിക്കുന്ന DC ആണ് പറയുന്നത് രാമായണം വായിക്കൂ, ആത്മജ്ഞാനം നേടൂ എന്ന് പറയുന്നത്. ഇതേ DCയിലാണ് TS ശ്യാംകുമാറിന്റെ ഏത് പുസ്തകമാണ്, രാമൻ ആരാണ് രാമൻ, ആരുടെ രാമൻ എന്ന് പറഞ്ഞ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത്. അപ്പം രാമായണത്തിനോട് എതിർപ്പുണ്ടെങ്കിൽ, DC ബുക്സ് പോലുള്ള സ്ഥാപനം രാമായണം പ്രചരിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നുണ്ടെങ്കിൽ, ഡോക്ടർ TS ശ്യാംകുമാറും അതുപോലെയുള്ള ബുദ്ധിജീവികളും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DCയിൽ തങ്ങളുടെ പുസ്തകങ്ങൾ DC വഴി പ്രസിദ്ധീകരിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതായിരിക്കണം ആദ്യത്തെ പ്രതിരോധം. നമുക്ക് ഇതിവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു അശോക് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.